ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് കോഴ്സിൻ്റെ വിവിധ മാറ്റങ്ങൾ. അതായത് 1 ഇയർ ബി എഡ്, അതേപോലെ തന്നെ 2 ഇയർ ബി എഡ്, അതേപോലെ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് ബി എഡ്, ഇങ്ങനെ വിവിധ സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ബി എഡ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉൾപ്പെടെയുള്ള അഡ്മിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർപ്പെടുത്താം. അപ്പോൾ നേരത്തെ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിലേറ്റവും അവസാനമായിട്ട് ബി എഡ് കോഴ്സിൽ വീണ്ടും വിവിധ മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ ഓരോ മാറ്റങ്ങളിലും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ കോമൺ ആയിട്ട് പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ പറയുന്ന അഡ്മിഷനിലോട്ട് നിങ്ങൾ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനും അതേപോലെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരും കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഉറപ്പെടുത്തിയെന്ന് മാത്രം. ഓക്കെ, നമുക്ക് ഒന്നാമതായിട്ട് ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കാരണം നമ്മൾ നേരത്തെ പല കോഴ്സ് നോർമലായിട്ടുള്ള പ്ലസ് ടുവിന് ശേഷമുള്ള ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ പി ജി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള നോർമലായിട്ടുള്ള ഒരു കോഴ്സ് എന്നതിനേക്കാൾ ഉപരി ബി എഡ് എന്നുള്ളൊരു കോഴ്സ് ഞാൻ നേരത്തെ പല വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതായത് ഒരു എൻട്രൻസ് പരീക്ഷാ മോഡ്, അതായത് നമ്മളിപ്പോൾ നീറ്റ് അതേപോലെ തന്നെ ജെ ഒക്കെ എഴുതുന്നത് അതേ രീതിയിൽ ടീച്ചിങ് എന്നുള്ള ഒരു പ്രൊഫഷനിലോട്ടും, അതായത് ഇത്തരത്തിലുള്ള ഒരു നിർബന്ധിത പരീക്ഷയൊക്കെ എഴുതിയിട്ടൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബി എഡ് നേരത്തെ തന്നെ 4 ഇയർ ബി എഡ്, അതേപോലെ തന്നെ ITEP, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ തുടങ്ങിയ പല കാര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല കാര്യങ്ങളും ഓൾറെഡി വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാസ്സായിട്ടുണ്ടെങ്കിലും അത് എപ്പോഴാണ് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കടമ്പ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കിടയിലും സംശയമാണ്, ഈ അക്കാഡമിക് ഇയർ മുതൽ മാറ്റങ്ങൾ വരുമോ, 4 വർഷത്തെ ബി എഡ് ഈ അക്കാഡമിക് ഇയർ വരുമോ, ഇനി അതേപോലെ തന്നെ 2 വർഷത്തെ ബി എഡ് ഇനി മാറുമോ, ഇനി 1 ഇയറിലോട്ട് മാറുമോ, ഇങ്ങനെ പല സംശയങ്ങളാണ് വിദ്യാർത്ഥികൾക്കിടയിൽ. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, ബി എഡ് എന്നുള്ളൊരു കോഴ്സ് തികച്ചും, അതായത് മെഡിക്കൽ മേഖലയിൽ എഴുതുന്ന അതേ രീതിയിലുള്ള ഒരു എൻട്രൻസ് പരീക്ഷാ മോഡായിട്ടുള്ള ബി എഡ് എന്നുള്ളൊരു സിസ്റ്റത്തിലോട്ട് അത് വരാൻ പോവുകയാണ്. അതൊക്കെ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴാണ് എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ചർച്ച. അപ്പോൾ നമുക്ക് ഓരോ കാര്യം നമുക്ക് വിശദമായിട്ട് നോക്കാം. അതായത് പുതിയ അക്കാഡമിക് ഇയർ തൊട്ട്, അത് നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിലും ഇനി ഡിഗ്രി അല്ല പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. അതായത് ബി എഡ് പ്ലസ് ടു കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം 4 വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 2-3-4 വർഷങ്ങൾക്ക് ശേഷം ഈ രീതിയിൽ മുഴുവൻ, അതായത് ബി എഡ് എന്ന് പറയുന്ന ടീച്ചിങ് മേഖലയിലോട്ട് ജോലി ആഗ്രഹിക്കുന്ന, പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇനി എഴുതാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമായിരിക്കും. അതായത് പ്ലസ് ടുവിന് ശേഷം ഇനി 4 വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റം. കാരണം ആ സമയത്തേക്ക് ഏകദേശം ഏതൊരു കോഴ്സാണെങ്കിലും ഒരു നിശ്ചിത സമയം വരെ നമുക്ക്, അതായത് നിശ്ചിത സമയം വരെ കൊടുക്കും. അതിനുശേഷം പുതിയ എല്ലാ അതായത് പ്ലസ് ടുവിന് ശേഷം വരുന്ന എല്ലാവർക്കും ഇനി ബി എഡ് എടുക്കണമെങ്കിൽ ഡയറക്റ്റ് 4 വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റമായിരിക്കും വരാൻ പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഈ വർഷം മുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും 4 വർഷത്തെ ബി എഡ് എന്നുള്ള കോഴ്സ് നിർബന്ധമാക്കാൻ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഇതുവരെയായിട്ടും യൂണിവേഴ്സിറ്റി കേരളത്തിൽ, അതായത് രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ, അത് പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ 4 വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റം ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എന്നാലും ITEP, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വഴിയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ NIT, അതേപോലെ IIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഓൾറെഡി അത് ആരംഭിച്ചതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ കേരളത്തിൽ 3 യൂണിവേഴ്സിറ്റികളാണ്, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ NITയും, അതേപോലെ തന്നെ അതായത് കേരളത്തിലെ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതേപോലെ IITയിലുമാണ് ഈ പറയുന്ന ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന 4 വർഷത്തെ ബി എഡ് പ്രോഗ്രാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയിൽ മാത്രം BA ബി എഡ്, BSc ബി എഡ്, അതേപോലെ തന്നെ BCom ബി എഡ്, അതായത് 4 വർഷം പ്ലസ് ടുവിന് ശേഷം ഡയറക്റ്റ് ബി എഡ് പഠിച്ച് നിങ്ങൾക്ക് ഡിഗ്രിയും അതേപോലെ തന്നെ ബി എഡും കൂടി നേടുവാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് ITEP, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് കേരളത്തിൽ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതേപോലെ NIT കാലിക്കറ്റിൽ, ശ്രദ്ധിക്കുന്ന കാര്യം, NIT കാലിക്കറ്റിൽ BSc ബി എഡ്, അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത് യൂണിവേഴ്സിറ്റിയിൽ BA ബി എഡ് എന്നിങ്ങനെ 3 യൂണിവേഴ്സിറ്റികളാണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ
ക്വാളിഫിക്കേഷൻ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ മാർച്ച് 16 വരെയാണ് ITEP നിലവിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ITEP എങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ മാർച്ച് 16 വരെ പ്ലസ് ടുക്കാർക്ക് ITEP B.Ed ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ തികച്ചും എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. നിങ്ങൾ പ്ലസ് ടുവിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തത് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ടുവിന് ശേഷമുള്ള ഈ എൻട്രൻസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, അത് എൻട്രൻസ് പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഏപ്രിൽ മാസത്തിലാണ്. നിലവിൽ കേരളത്തിൽ 10ഓളം ജില്ലകളിൽ എക്സാം സെൻറ്ററുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന, നിങ്ങൾ കേരളം മാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിന് പുറമേയുള്ള പല ഏകദേശം 60-ന് മുകളിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഈ പറയുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും, കേരളത്തിൽ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ 3 യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രത്യേകം ചെയ്യാം. അപ്പോൾ ഈ ഒരു ITEPയുടെ അതേ ഒരു സിസ്റ്റത്തിലാണ് ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും B.Ed എന്നുള്ള സിസ്റ്റം വരിക. നമ്മൾ നേരത്തെ പല വീഡിയോയിൽ ചെയ്തിരുന്നു, B.Edന് 4 വർഷമാക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വീഡിയോ. അതുമായി ബന്ധപ്പെട്ട് ഈ ITEPയുടെ അതേ രീതിയിലാണ് യൂണിവേഴ്സിറ്റികൾ തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ PG കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം, അവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ B.Ed കോഴ്സ് നിങ്ങൾ ഈ പറയുന്ന 2 ഇയർ B.Ed അല്ലെങ്കിൽ 2 ഇയർ B.Ed എന്നുള്ള സിസ്റ്റം നിങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു അപ്ഡേറ്റ്, B.Edൻ്റെ ITEP നിലവിൽ കേരളത്തിൽ 3 യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണുള്ളൂ. ഈ പുതിയ അധ്യയന വർഷത്തേക്ക് കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റിയിൽ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ അപ്ഡേറ്റ് വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ITEPയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് 2 ഇയർ B.Ed, അതേപോലെ തന്നെ 1 ഇയർ B.Ed. എന്താണ് 2 ഇയർ B.Ed, 1 ഇയർ B.Edലുള്ള മാറ്റങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഒന്നാമത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ വിട്ടുപോരുത്. അതെല്ലാം 4 വർഷത്തെ B.Ed എന്നുള്ളത് വരണമെങ്കിൽ, പൂർണ്ണമായിട്ടും പ്രാവർത്തികമാകണമെങ്കിൽ കുറച്ച് വർഷങ്ങളെടുക്കും. അതിനിടയിൽ എല്ലാവരും ഈ പറയുന്ന B.Ed, നോർമൽ B.Ed തന്നെ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമത്തെ 2 ഇയർ B.Edഉം 1 ഇയർ B.Edഉമാണ്. അപ്പോൾ നിലവിൽ 2014 വരെ B.Ed എന്നുള്ള കോഴ്സ്, ശ്രദ്ധിക്കേണ്ട കാര്യം, 1 ഇയർ കോഴ്സ് മാത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു 1 ഇയർ കോഴ്സിൻ്റെ 2 വർഷത്തേക്കുള്ള ഒരു കോഴ്സാക്കി മാറ്റിയത് 2015 തൊട്ടാണ്. അപ്പോൾ 2015 തൊട്ട് ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം 2 ഇയർ B.Ed എന്നുള്ളത് കമ്പൽസറി ആക്കിയിട്ടുണ്ടെങ്കിലും അതിനിടയിൽ ഒരുപാട് അപ്പീലുകളൊക്കെ 1 ഇയറിലോട്ട് മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനമായിട്ട് NCTയുടെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലെടുത്ത തീരുമാനപ്രകാരം 2 ഇയർ B.Ed എന്നുള്ളത് 1 ഇയർ B.Edലോട്ട് മാറ്റാണ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട്. അത് സുപ്രീം കോർട്ട് ഉൾപ്പെടെ അതെല്ലാ കാര്യങ്ങളും അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 1 ഇയറിലോട്ട് മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഈ അക്കാഡമിക് ഇയറിൽ 1 ഇയർ B.Ed ഉണ്ടാകുമോ അല്ലെങ്കിൽ 2 ഇയർ B.Ed തന്നെയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, നിലവിൽ 2 ഇയർ B.Ed എന്നുള്ള സിസ്റ്റം 1 ഇയറോട്ട് മാറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ അക്കാഡമിക് ഇയറിലാണോ അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിലാണോ അതിൻ്റെ ഒരു ഫൈനൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ NCT ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അക്കാഡമിക് ഇയർ തന്നെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഈ മാസം, അതായത് മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇല്ല എങ്കിൽ ഈ അക്കാഡമിക് ഇയറിലും 2 ഇയർ B.Ed തന്നെയായിരിക്കും. അതിന് തൊട്ടപ്പുറത്തുള്ള അക്കാഡമിക് ഇയറിൽ, അടുത്ത അക്കാഡമിക് ഇയറിൽ, അതിനുശേഷമുള്ള അക്കാഡമിക് ഇയറിൽ ഒരുപക്ഷെ 1 ഇയർ എന്നുള്ള രീതിയിലോട്ട് വരാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും നിലവിൽ ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 1 ഇയർ B.Edലോട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് ഈ അക്കാഡമിക് ഇയറിൽ 1 ഇയർ ആണെങ്കിലും അല്ലെങ്കിൽ 2 ഇയർ ആണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. കാരണം അധികം ലേറ്റ് ആക്കി കഴിഞ്ഞാൽ B.Edൻ്റെ ടോട്ടലി പല മേഖലകളിലും അപ്ഡേറ്റ് വരുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ 1 ഇയർ ആണെങ്കിലും 2 ഇയർ ആണെങ്കിലും നിങ്ങൾ ഈ അക്കാഡമിക് ഇയർ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ എടുക്കുക, അപേക്ഷ കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൺഫ്യൂഷനായി നിൽക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഏകദേശം ഒരു പോസിബിലിറ്റി ഈ അക്കാഡമിക് ഇയറിൽ അത് വരാനും വരാതിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്തായാലും അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. ഓൾറെഡി 2 ഇയർ എന്നുള്ളത് 1 ഇയറായിട്ട് മാറ്റാനുള്ള ഒരു സാധ്യതകളൊക്കെ നേരത്തെ തന്നെ അത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ രീതിയിൽ നിങ്ങൾക്ക് ഈ അക്കാഡമിക് ഇയർ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം. അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്തായാലും നെക്സ്റ്റ് മന്ത് വരികയാണെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ വിദ്യാർത്ഥികളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ കാര്യം കൂടി 1 ഇയർ 2 ഇയർ B.Ed എന്നുള്ള രീതിയിലോട്ട് മാറ്റുകയാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി പ്ലസ് PG ഉള്ളവർക്ക് മാത്രമാണ് 1 ഇയർ എന്നുള്ള B.Ed ഇനി വരികയാണെങ്കിൽ ലഭിക്കുക. നേരെ മറിച്ച് ഡിഗ്രി മാത്രം കഴിഞ്ഞവരാണെങ്കിൽ 1 ഇയർ B.Ed വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവർ 2 ഇയർ B.Ed തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളും 1 ഇയർ B.Ed എന്നുള്ള സിസ്റ്റത്തിലൂടെ വെയിറ്റ് ചെയ്യുന്നവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം PG കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് 1 ഇയർ B.Ed സിസ്റ്റം വന്നാലും ഈ പറയുന്ന 1 ഇയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും അവർ 2 വർഷത്തെ B.Ed തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, B.Ed നിലവിൽ അഡ്മിഷൻ എപ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്റ്റൻസ് ആയിട്ടുള്ള B.Ed ആണ്. ഇഗ്നോ ഡിസ്റ്റൻസ് B.Ed നിലവിൽ
നിലവിൽ 2 വർഷത്തെ ഡിസ്റ്റൻസ്, അതായത് ഇഗ്നോ ബി.എഡ് ഈ മാസം ഫെബ്രുവരി 28 വരെയാണ് അതിൻ്റെ അവസാന ഡേറ്റ്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ആരെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന 2 വർഷത്തെ ഇഗ്നോ ബി.എഡ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടത് നിങ്ങൾക്ക് അതായത് TTC, അത് നോർമലായിട്ടുള്ള NCTയുടെ അംഗീകാരമുള്ള റെഗുലർ ആയിട്ടുള്ള 2 ഇയർ TTC കോഴ്സ്, അതായത് ഡീലഡ് കോഴ്സ് കഴിഞ്ഞവരും ഒരു ജസ്റ്റ് 1 ഇയർ സർക്കാർ മേഖലയിൽ, അതായത് ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിലുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള എല്ലാവർക്കും ഈ പറയുന്ന ബി.എഡ് ഇഗ്നോ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുവാനും അതേപോലെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം രണ്ടാമത് ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് അത് എക്സാം സ്റ്റഡി സെൻ്ററായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 28 വരെയാണ്. ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് നോർമലായിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സമയമാണ്. അപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഇയർ ആണെങ്കിലും 1 ഇയർ ആണെങ്കിലും 4 ഇയർ ആണെങ്കിലും അതെന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് വരികയാണുള്ളൂ. അപ്പോൾ എന്തായാലും അഡ്മിഷൻ ടൈം എന്ന് വെച്ചാൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് മെയ് മാസം ലാസ്റ്റോടുകൂടി കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികളുടെയും ബി.എഡ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് കേരളത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്കുള്ളവർക്ക് മാത്രമാണ്, അത് ഏകദേശം 80, 90 ആ രീതിയിലേക്ക് മാർക്കുള്ള, ഇനി 90 എബോവ് ഉള്ളവർക്ക് മാത്രമാണ് ഗവൺമെൻറ് അതേപോലെ എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുള്ളൂ. അത്തരത്തിൽ ഇനി ധാരാളം സെൽഫ് ഫിനാൻസ് കോളേജിൽ, അത്തരത്തിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ 90യുടെ താഴെയുള്ള മാർക്കുള്ളവർക്കും അഡ്മിഷൻ ലഭിക്കും. എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷ ഒരുപാട് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും ബുക്ക് ചെയ്തിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കോളേജിലെ മാനേജ്മെൻറ്റുമായി സംസാരിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ അതിനേക്കാളും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിന് പുറമെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾക്ക് ബി.എഡ് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ബി.എഡ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഗൈഡൻസും, അതേപോലെ നിങ്ങൾക്ക് കേരളത്തിലെ PSC അംഗീകാരമുള്ള റെഗുലറായിട്ടുള്ള ബി.എഡ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് എല്ലാവിധ ഗൈഡൻസും നമ്മുടെ കരിയർ വെൻ കേരളയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഈ ഒരു പേഴ്സൺ നമ്പർ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ബി.എഡ് ആയിക്കോട്ടെ, പലപ്പോഴും പല കോഴ്സുകൾ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സിൽ ബി.എഡ് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നേ കോഴ്സാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഇന്നേ വർഷം കഴിഞ്ഞതാണ്, ഇതിൻ്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഇന്നേ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ബി.എഡ് ഡിഗ്രി എടുത്തതാണ് അല്ലെങ്കിൽ PG എടുത്താണ്, അപ്പോൾ എൻ്റെ കോഴ്സ് ഞാൻ ഈ ബി.എഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ട്, ഇങ്ങനെ പല സംശയങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക്, അതായത് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കരിയർ കൗൺസിലിംഗ് നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു പേഴ്സണൽ വാട്സപ്പ് നമ്പർ നിങ്ങൾ കരിയർ അഡ്മിഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കരിയർ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ആ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള നിങ്ങൾക്കുള്ള കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ കോഴ്സുകൾ ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എടുക്കുന്ന കോഴ്സിൻ്റെ വാല്യൂ നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പല മേഖലയിൽ നമ്മൾ ഇൻ്റർവ്യൂ ഉൾപ്പെടെയുള്ള പല മേഖലയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകാൻ, അത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഏത് കോഴ്സാണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നത്, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വാല്യൂ ഉള്ളതും അതേപോലെ തന്നെ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി കോളേജുകൾ മാത്രം നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും അവസാനമായിട്ട് ബി.എഡ് 1 ഇയർ അതേപോലെ 2 ഇയർ അതേപോലെ 4 ഇയർ ഏകദേശം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ട് മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അതുപോലെ തന്നെ A to Z മുഴുവൻ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി, പ്രത്യേകിച്ച് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ അപ്ഡേറ്റ്സും വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ മറക്കാതെ എനാബിൾ ചെയ്ത് വെക്കാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും ബി.എഡ് സംബന്ധമായിട്ടുള്ള അതേപോലെ മറ്റു കരിയർ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.